ഹാഫിൽ ഇബ്നു അഹ്മദ് അൽ ഹകമി റഹ്മഹുല്ലാ അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ. ഓഡിയോ 2. അരിഫുൽ അബ്ദ ലിമാ ഖുലിഖ ലഹു. എന്തിനാണ് അബ്ദ് ദാസൻ പടക്കപ്പെട്ടത് എന്ന് അവൻ അറിയിച്ചു കൊടുക്കുകയാണ് ഇതിലൂടെ. വബി അവ്വലിമാ ഫറദല്ലാഹു തആല അലൈഹി, അല്ലാഹു തആല ദാസന്റെ മേൽ ആദ്യം നിർബന്ധമാക്കിയത് എന്താണ് എന്ന്. വബിമാ അഖദല്ലാഹു അലൈഹി ബിഹി അൽ മീസാഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്ത കാര്യം. ഫി വഹ്രി അബിഹി ആദം, അവൻ്റെ പിതാവ് ആദമിൻ്റെ മുതുകിൽ അവനായിരിക്കുന്ന സമയത്ത്. ഇനി തുടരുകയാണ്. യഅലം ബി അന്നല്ലാഹ ജല്ല വഅലാ ലം യത്റുകിൽ ഖൽഖ സുദൻ വഹമലാ ബൽ ഖലഖൽ ഖൽഖ ലിയഅ്ബുദൂഹു വബിൽ ഇലാഹിയ്യതി യുഫ്രിദൂഹു അഖ്റജ ഫീമാ ഖദ് മളാ മിൻ ളാഹിരി ആദമ ذريته كالذر وأخذ العهد عليهم أنه لا رب معبود بحق غيره وبعد هذا رسله قد أرسل لهم وبالحق الكتاب أنزلا لكي بذا العهد يذكروهم وينذروهم ويبشروهم كي لا يكون حجة للناس بل لله أعلى حجة عز وجل فمن يصدقهم بلا شقاق فقد وفى بذلك الميثاق وذاك ناج من عذاب النار وذلك الوارث عقبى الدار ومن بهم وبالكتاب كذب ولازم الإعراض عنه والإباء فذاك ناقض كلا العهدين مستوجب للخزي في الدارين. യാലം, നീ അറിയണം, ബി അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ജല്ല വഅല, അവൻ അത്യുന്നതനായിരിക്കുന്നു, മഹാനായിരിക്കുന്നു, അത്യുന്നതിലാണ് അല്ലാഹു. ലം യതുറുക്കിൽ ഖൽഖ, അവൻ സൃഷ്ടിയെ വിട്ടിട്ടില്ല, മനുഷ്യനെ അവൻ വിട്ടിട്ടില്ല. സുധ, വെറുതെ, മനുഷ്യനെ മാത്രമല്ല ഒരു സൃഷ്ടിയെയും. സുധ, വെറുതെ അല്ല അള്ളാഹു ഇതൊക്കെ പഠിച്ചത്. വഹമല, വെറുതെ ഒരു ഇഹ്മാനായിട്ട് വെറുതെ ഇങ്ങനെ കയറൂരി വിട്ടൊക്കെയല്ല. ഇത് അള്ളാഹുവിൻ്റെ ഒരു പദ്ധതി പ്രകാരം, ഹക്ക് പ്രകാരം, അള്ളാഹുവിൻ്റെ പദ്ധതി പ്രകാരമാണ് ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, മനുഷ്യനുൾപ്പെടെ. ബൽ ഖലഖൽ ഖൽഖ ലിയഅ്ബുദൂഹു വബിൽ ഇലാഹിയ്യതി യുഫ്രിദൂഹു. ബൽ, പക്ഷേ, എന്നാൽ, ഖലഖ, അള്ളാഹു പടച്ചിരിക്കുന്നു, അൽ ഖൽഖ, പടപ്പിനെ, ലിയഅ്ബുദൂഹു, അവനെ ഇബാദത്ത് ചെയ്യാൻ. ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തൗഅൻ ഔ കറഹ, രണ്ട് രൂപ, തദല്ലുൽ എന്ന അർത്ഥത്തിൽ എടുക്കാം. അള്ളാഹുവിന് വിധേയപ്പെടുക. അപ്പോൾ നിർബന്ധിച്ചോ, അതല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ, ആ സൃഷ്ടിയുടെ ഇഷ്ടപ്രകാരമല്ലാതെ, ഇപ്പോൾ ജീവിയ വസ്തുക്കൾ ഉൾപ്പെടെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ ഇത് ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സൂര്യൻ എങ്ങനെ കറങ്ങണം എന്നുള്ളത് ആര് തീരുമാനിക്കുന്നു? അള്ളാഹു തീരുമാനിക്കുന്നു. ചന്ദ്രൻ എങ്ങനെ കറങ്ങുന്നു? അള്ളാഹു തീരുമാനിക്കുന്നു. മനുഷ്യൻ്റെ മരണം എപ്പോഴാണ്? അള്ളാഹു തീരുമാനിക്കുന്നു. അപ്പോൾ മനുഷ്യൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവന് ഒരു അള്ളാഹുവിന് തദല്ലുൽ, കീഴ്പ്പെടുക എന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സൃഷ്ടികളുടെ കാര്യത്തിലും. പിന്നെ വിശ്വാസികളുടെ കാര്യത്തിൽ അവർ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? ബോധപൂർവം തന്നെ ഇബാദത്ത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഇതിലുൾപ്പെടും. വബിൽ ഇലാഹിയ്യതി, ഇലാഹിയത്ത് കൊണ്ട് യുഫ്രിദുഹു, അവനെ ഒറ്റയാക്കുക എന്നാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് അർപ്പിക്കുക. സത്യത്തിൽ അവൻ മാത്രമേ ഇബാദത്തിന്, ആരാധനക്ക് അർഹനായി ഉള്ളൂ എന്ന്. അഖ്റജ ഫീമാ ഖദ് മളാ മിൻ ളാഹിരി
ആദമ ദുർരിയതഹു കദ്ദരി അഖ്റജ പുറപ്പെടുവിച്ചു ഫിമാ ഖദ്മദ കഴിഞ്ഞ കാലത്ത് പണ്ട് മിൻ ലഹരി മുതുകിൽ നിന്ന് ആദമിൻ്റെ ആദം സന്തതികളുടെ മുതുകിൽ നിന്ന് എന്നുള്ളതിന് ആദമിൻ്റെ മുതുകിൽ നിന്ന് അങ്ങനെ വ്യാഖ്യാനമുണ്ട്. ദുര്യത്തഹു അവൻ്റെ ദുര്യത്തിനെ സന്തതികളെ കദ്ദരി ദെറ് പോലെ, അതായത് ഒരു അണു ധൂളി പോലെ. وآخذ العهد عليهم أنه لا رب معبود بحق غيره. وآخذ العهد കരാർ വാങ്ങി അവരിൽ നിന്ന്, അലൈഹിം കരാർ വാങ്ങി അള്ളാഹു, അലൈഹിം അവരിൽ നിന്ന് മനുഷ്യരിൽ നിന്ന്, അന്നഹു നിശ്ചയം കാര്യം, ലാ റബ്ബ മഅബൂദുൻ ബിഹഖ്ഖിൻ ഗൈറഹു, ലാ റബ്ബ ഒരു റബ്ബുമില്ല, മഅബൂദുൻ ആരാധിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു റബ്ബുമില്ല, ഒരു രക്ഷിതാവുമില്ല, ബിഹഖ്ഖിൻ സത്യത്തിൽ ഗൈറഹു അവനല്ലാതെ. അപ്പോൾ അസത്യമായിട്ട് ബാത്തിലായിട്ട് പലരും ആരാധിക്കപ്പെടുന്നുണ്ട്, പക്ഷേ വ്യാജമായാണ് അതൊക്കെ. യഥാർത്ഥത്തിൽ ഹക്കായിട്ടുള്ള ഒരു മഅബൂദ് ഇലാഹ് അള്ളാഹു മാത്രം ഉള്ളൂ എന്ന് അത് നേരത്തെ തന്നെ മനുഷ്യൻ അംഗീകരിച്ചതാണ്. وبعد هذا رسله قد أرسل لهم وبالحق الكتاب أنزلا. وبعد هذا ഇതിന് ശേഷം അപ്പോൾ 1-2 മീസാക്ക് കഴിഞ്ഞു, 1-2 മീസാക്ക് കഴിഞ്ഞു, നേരത്തെ തന്നെ കരാർ വാങ്ങിയിട്ടുണ്ട്. ഇനി ആ കരാർ തജ്ദീദ് ചെയ്യുക, പുതുക്കുക. വബഅദ ഹാദാ ഇതിന് ശേഷം റുസുലഹു അവൻ്റെ മുർസലീങ്ങളെ ദൂതന്മാരെ, സ്പെഷ്യലായിട്ടുള്ള മെസ്സഞ്ചേഴ്സിനെ, ഖദ് അർസല നിശ്ചയം അള്ളാഹു അയച്ചു, ലഹും അവർക്ക് മനുഷ്യർക്ക് മുർസലീങ്ങൾ അയച്ചു കൊടുത്തു, ദൂതന്മാരെ അയച്ചു കൊടുത്തു അവൻ്റെ റിസാലത്തുമായിട്ട്. വബിൽ ഹഖിൽ കിതാബ അൻസല, വബിൽ ഹഖി സത്യമായിക്കൊണ്ട്, സത്യദീനുമായിക്കൊണ്ട്, അൽ കിതാബ അൽ കിതാബിനെ വേദഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആൻ മാത്രമല്ല മുമ്പുള്ള വേദങ്ങൾ ഉൾപ്പെടെ എല്ലാ മുർസലീങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ള എല്ലാ അള്ളാഹുവിൻ്റെ കലാമും ഒക്കെ അതിലുൾപ്പെടും. അതൊക്കെ അള്ളാഹു അവതരിപ്പിച്ചു, വിവിധ കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചു. അവസാനമായിട്ട് വിശുദ്ധ ഖുർആനും അവതരിപ്പിച്ചു. അൻസല لكي بذا العهد يذكروهم وينذروهم ويبشروهم. ലിക്കൈ എന്തിന്? ബിദൽ അഹദി ആ കരാറുണ്ടല്ലോ, ആ കരാർ കൊണ്ട് യുദക്കിറുഹും ആ മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ, തദ്കീർ ചെയ്യാൻ, റിമൈൻഡർ ആയിട്ട്, വയുൻദിറുഹും അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ, വയുബശ്ശിറുഹും അവർക്ക് സന്തോഷ വാർത്ത നൽകാൻ വേണ്ടിയിട്ട് തജ്ദീദ് ചെയ്യാൻ. അതായത് നേരത്തെ പറഞ്ഞ മീസാക്കിനെ സ്വീകരിച്ച ആ മീസാക്കുണ്ടല്ലോ, ആ എഗ്രിമെൻറ്റിനെ പുതുക്കാനാണ് മുർസലീങ്ങളെ അയച്ചത്. ആ മീസാക്കിനെ, ആ അഹദിനെ പുതുക്കാൻ. കൈലായകൂന ഹുജ്ജത്തുൻ ലിന്നാസി ബൽ ലില്ലാഹി അഅ്ലാ ഹുജ്ജത്തുൻ അസ്സ വജൽ. കൈ എന്തിന്? ലായകൂന ഉണ്ടാവാതിരിക്കാൻ, ഹുജ്ജത്തുൻ തെളിവ് ലിന്നാസ് ജനങ്ങൾക്ക്, ബൽ പക്ഷേ, ലില്ലാഹി അഅ്ലാ ഹുജ്ജത്തുൻ അസ്സ വജൽ അല്ലാഹു അസ്സ വജല്ലാണ് അത്യുന്നതമായിട്ടുള്ള ഏറ്റവും വലിയ തെളിവുള്ളത്. അള്ളാഹു വ്യക്തമായ തെളിവ് അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. അള്ളാഹു ഇത് ജനങ്ങളെ, മനുഷ്യരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നത്. فمن يصدقهم بلا شقاق فقد وفى بذلك الميثاق. فمن يصدقهم അപ്പോൾ ആരെടുത്ത് അംബിയാ മുർസലീങ്ങളെ സത്യപ്പെടുത്തിയോ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് റിസാലത്തുമായിട്ടുള്ള നബിമാരെയും മുർസലീങ്ങളെയും സത്യപ്പെടുത്തിയോ, ബിലാ ഷിഖാഖിൻ അവരുമായി തർക്കത്തിലേർപ്പെടാതെ, അതിൽ പരാജയപ്പെടാതെ അവർ നേരെ ചൊവ്വേ അത് സത്യപ്പെടുത്തി അതനുസരിച്ച് ജീവിച്ചാൽ, ഫഖദ് ഔ വഫാ ബിദാലിക്കൽ മീസാഖി അപ്പോൾ അവർ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ മീസാഖില്ലേ, ആ കരാർ അവർ പൂർത്തീകരിച്ചു. അവിടെ കരാർ എന്ത് ചെയ്തു? അവർ പൂർത്തീകരിച്ചു. സത്യതയനുസരിച്ച് ജീവിച്ചാൽ, അംബിയാ മുർസലീൻ കൊണ്ടുവന്ന ആ റിസാലത്ത്, നുബുവത്തിൻ്റെ റിസാലത്ത് അനുസരിച്ച് ജീവിച്ചാൽ, സത്യതയനുസരിച്ച് അവർ ജീവിച്ചാൽ, ആ മീസാഖ് നേരത്തെയുള്ള ആ കരാർ അവർ പൂർത്തീകരിച്ചു എന്ന് പറയാം. وذاك ناج من عذاب النار وذلك الوارث عقبى الدار. വദാക്ക അങ്ങനെയുള്ള മനുഷ്യൻ, അത് പൂർത്തീകരിച്ച മനുഷ്യൻ, നാജിൻ വിജയാണ്, നജാ വിജയിച്ചു, മിൻ അദാബിൻ നാരി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട, നജാറ രക്ഷപ്പെട്ടു, വിജയിച്ചു നടത്തുന്നുണ്ട് ഇവിടെ രക്ഷപ്പെടും.
നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. വദാലിക്ക അങ്ങനെയുള്ളവൻ അൽ വാരിസു അനന്തരമെടുത്തവനാണ്. ഉഖബദ്ദാർ നിഅമ ഉഖബദ്ദാർ നല്ല സങ്കേതം, പര്യവസാനം, നല്ല വീട്. വമൻ ബിഹിം വബിൽ കിതാബി കദ്ദബ വലാസമൽ ഇറാദ അൻഹു വൽ ഇബാ ഫദാക നാഖീദുൻ കിലൽ അഹദൈനി മുസ്തൗജിബുൻ ലിൽ ഖിസി ഫിദ്ദാറൈനി. വമൻ ബിഹിം ഇനി മറ്റൊരു കൂട്ടർ വബിൽ കിതാബി കദ്ദബ അവർ വിശുദ്ധ വേദഗ്രന്ഥത്തെ അള്ളാഹുവിൻ്റെ കലാമിനെ എന്ത് ചെയ്തു? കളവാക്കി, അതിനെ കളവാക്കി. വലാസമൽ ഇറാദ അൻഹു അതിനെ അവഗണിച്ചു. അതിനെ അവഗണിക്കൽ ആണ് അവൻ്റെ ശീലം. അവൻ എന്ത് ചെയ്തു? വൽ ഇബ അതിന് അവൻ ഡിസഗ്രി ചെയ്തു. ഇംതിന അബ വിസമ്മതിച്ചു, അവൻ സമ്മതിച്ചില്ല. അങ്ങനെയുള്ള ആളുകൾ ഫദാക അങ്ങനെയുള്ള വ്യക്തി നാഖിദുൻ കിലൽ അഹദൈനി എന്താണ്? രണ്ട് കരാറുകളും ലംഘിച്ചവരാണ്. നഖല ലംഘിച്ചു. മുസ്തൗജിബുൻ അവൻ നിർബന്ധമാക്കുന്നവനാണ്. ലിൽ ഖിസി ഫിദ്ദാറൈനി ഇരുവീട്ടിലും നിന്ദ്യത, ഇരുവീട്ടിലും അവൻ നിന്ദ്യത നിർബന്ധമായിട്ടും അവൻ ഇരുവീട്ടിലും ദുനിയാവിലും ആഖിറത്തിലും അവൻ നിന്ദ്യനാണ്.